ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് ആസിയ ബീബിക്കും സയ്യിദത്തുന മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്കും ലഭിക്കുന്ന മനോഹരമായ പ്രതിഫലം വേണോ? ലഭിക്കുമെന്നാണ്. പുണ്യ റമളാനിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അതേതാണ് ആ കാര്യമെന്ന് നമുക്ക് കൃത്യമായി വിശദീകരിക്കാം. അതോടൊപ്പം ഈ റമളാനിൽ നമ്മളിങ്ങനെ നന്മകൾ വാരിക്കൂട്ടുമ്പോൾ വളരെ ശ്രേഷ്ഠതയേറിയ 5 കാര്യങ്ങൾ റമളാനിൽ വിലമതിക്കാൻ കഴിയില്ല. ഒരു തവണ ചെയ്താൽ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമ്മിലേക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന മനോഹരമായ 5 കാര്യങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണെന്ന് പഠിക്കണ്ടേ? അള്ളാഹു റബ്ബുൽ ആലമീൻ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? ഈ പുണ്യ റമളാനിൻ്റെ പ്രഭാതത്തിൽ ഒരു ഹംദൊന്ന് പറഞ്ഞേ, പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സറിഞ്ഞു പറഞ്ഞ ഈ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ, ഹൃദ്യമായ പ്രഭാതവും തുടർന്നുള്ള മനോഹരമായൊരു ദിവസവും സമ്മാനമായി നീ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റമളാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് പുണ്യങ്ങളുടെ ഒരു പൂക്കാലം തന്നെയാണ്. നേരത്തെ ഞാൻ ഉണർത്തിയതുപോലെ മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹയുടെയും മറിയം ബീവിക്കും ഒക്കെ ലഭിച്ച കൂലി നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ, അത്രമേൽ ഒരുപാട് നന്മകൾ കൊണ്ട് മനോഹരമാണ് വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ഒരിക്കൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മുൻഗാമികളായ സമൂഹത്തിനൊക്കെ പൂർവ്വ പ്രവാചകന്മാരൊക്കെ ഉണ്ടല്ലോ, അവരും അവരുടെ സമൂഹത്തിനൊക്കെ 1000 കൊല്ലം 900 കൊല്ലം 500 400 വർഷം ഇങ്ങനെയൊക്കെ ആയുസ് കിട്ടിയിരുന്നല്ലോ നബിയെ. അന്ന് അവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം ഉണ്ടായി. ഞങ്ങൾക്ക് കുറച്ച് അല്ലേ, നമുക്ക് കുറച്ച് ആയുസല്ലേ ഉള്ളൂ നബിയെ. അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60ൻ്റെ 70ൻ്റെ ഇടക്കാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ നന്മകളൊക്കെ ചെയ്യാൻ പറ്റുമോ നബിയെ? കുറച്ച് ആയുസല്ലേ ഉള്ളൂ. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. സ്വഹാബ, നിങ്ങൾ നിങ്ങൾക്ക് വിഷമിക്കണ്ട. അവർക്ക് ലഭിക്കാത്ത ചില പ്രത്യേകതകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ചില പ്രത്യേക അവസരങ്ങൾ, ചില മാസങ്ങൾ, ചില സമയങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ, ആ ഓഫറുകളൊക്കെ നഷ്ടപ്പെടുത്താതെ അത് നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, സുബ്ഹാനക യാ റബ്ബ്, നിങ്ങൾക്ക് പിന്നെ ഒരു പേടിയും വേണ്ട. അവർക്ക് ലഭിച്ചതിൻ്റെ ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതായത് സാധാരണ ദിവസങ്ങളേക്കാൾ കൂടുതൽ പ്രതിഫലം ഈ ദിവസത്തിൽ ഇബാദത്ത് ചെയ്താലുണ്ടാവും. സാധാരണ മാസങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നതിലേറെ പ്രതിഫലം ഈ പ്രത്യേകമായ മാസങ്ങളിൽ ഇബാദത്ത് ചെയ്താലുണ്ടാവും. അങ്ങനെ പ്രത്യേകമായ ദിവസങ്ങളും മാസങ്ങളും കൊണ്ട് അവർക്കൊന്നുമില്ലാത്ത തരം പ്രത്യേകതകൾ നൽകി നിങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോ ടെൻഷൻ, നിങ്ങൾക്ക് അവരിലേറെ പ്രതിഫലം നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെ ഒരു മാസമാണ് റമളാൻ ഇല്ലേ? ആ റമളാൻ മുതലെടുക്കണം. ഒരു മനുഷ്യന് റമളാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവൻ റമളാനിലെങ്കിലും അവൻ്റെ കാര്യം കഴിഞ്ഞു. റമളാനിൽ അവൻ മാറ്റങ്ങൾ ഉണ്ടാവണമല്ലോ. അവൻ്റെ ലൈഫ് അടിമുടി മാറണം, മനോഹരമായി തീരണം. അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഗുണങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുമെന്നാണ്. റമളാനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കണ 5 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 5 കാര്യങ്ങൾ ചെയ്താണ്ടല്ലോ റമളാൻ നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റും. പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം വരെ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് അക്കൂട്ടത്തിൽ സഹോദരിമാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ ഉണർത്തിയത്. 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഞാൻ ഉദ്ധരിക്കുന്നത് ദുർറത്തുൻ നാസുഹീൻ എന്ന് പറയുന്ന കിതാബിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നത് കാണാം. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഇത് ഹൃദ്യമായിട്ട് കേട്ടിട്ട് നമ്മുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യണം. അതുപോലെ ഈ ക്ലാസ് നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാളെങ്കിലും നമ്മൾ കാരണം നേർവഴിക്ക് വന്നാൽ അൽഹംദുലില്ലാ, നമ്മുടെ റമളാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആ ഒരു നന്മ കൊണ്ട് നമുക്ക് റമളാൻ അനുകൂലമായി തീർന്നാലോ? അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തെ എന്താണെന്ന് നോക്കിയേ, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫി റമളാൻ കതബല്ലാഹു ബികുല്ലി ഖദമിൻ ഇബാദത സന. സുബ്ഹാനക യാ റബ്ബ്, എത്ര വലിയ മഹത്താണ്. ഈ റമളാൻ എത്തിയാലേ ഒരു മനുഷ്യൻ ഒരു ഇൽമിൻ്റെ മജ്ലിസിലേക്ക് നടന്നാൽ, ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്താൽ, ഓരോ ചവിട്ടടിക്കും 1 വർഷം ഇബാദത്ത് ചെയ്ത കൂലി അവൻ അല്ലാഹു തആല കൊടുക്കും. റമളാൻ മാസത്തി ഒരു ഇൽമിൻ്റെ സദസ്സിലേക്ക് നമ്മൾ നടന്നു പോയത്, അല്ലെങ്കിൽ വാഹനത്തിൽ പോയത്, എങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ ഇൽമിൻ്റെ സദസ്സിലേക്ക് പോയി പങ്കെടുത്തു. ഒരു ചവിട്ടടിക്ക് 1 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണ് കരുണക്കടലായ റബ്ബ് തരുന്നത്. അത്രേ യാ റബ്ബി. അങ്ങനെയാണെങ്കിൽ ഒരു 100 ചവിട്ടടി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൂലിയാണ് ലഭിക്കുക.
പക്ഷെ നമ്മളിൽ എത്ര പേര് പോകുന്നുണ്ട്? ഒരു ഇൽമിൻ്റെ മജ്ലിസ് ഉണ്ട് എന്ന് കണ്ടാൽ റമദാൻ മാസത്തിൽ എൻ്റെ ഒന്നെ ഇപ്പോൾ ഒരുപാട് പണിയുണ്ട്, അതിൻ്റെ ഇടയിലാണ് ഉസ്താദ് ക്ലാസ് വെച്ചേക്കണ പള്ളിയിൽ, ഞാനെങ്ങും പോകണില്ല എന്നാണ്. നമ്മൾ പോവില്ല. എന്തുകൊണ്ടാണ്? പോകാനായിട്ട് ശൈത്വാൻ നമ്മൾ പറഞ്ഞേക്കൂല, ശൈത്വാൻ സമ്മതിക്കൂല. പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം ഇബാദത്ത് ചെയ്ത കൂലി ഒരു ചവിട്ടടി കൊണ്ട് ലഭിക്കുകയാണ്. നമ്മൾ പോകാനായിട്ട് ഇബ്ലീസ് സമ്മതിക്കൂല, അപ്പം നമ്മൾ പോകൂല. യാ അല്ലാഹ്, അപ്പോൾ എത്ര വലിയ അപകടമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ചിന്തിച്ചു നോക്ക്, എത്ര വലിയ കൂലി നമ്മൾ നഷ്ടപ്പെടുത്തി കളയണേ. മാത്രമല്ല വയക്കൂനു മഈ തഹ്തൽ അർശ്, റമളാൻ മാസത്തിൽ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അർശിൻ്റെ തണലിൽ ഒരുമിക്കാൻ അവസരമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കാൻ. യാ റബ്ബി, ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര വലിയ മഹത്തരമായ പ്രതിഫലങ്ങളാണ് അതിൽ ലഭിക്കുക. ഇനി ഇൽമിൻ്റെ മജ്ലിസൊന്നും നമ്മുടെ അവിടെ ഇല്ല. ഇന്നിപ്പോൾ നമുക്ക് മൊബൈലിലെല്ലാം ലഭിക്കുന്നുണ്ടല്ലേ. ഒരു പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇസ്ലാമികമായി എല്ലാ ചാനലിലും കയറി നമ്മൾ കാണരുത്. അതായത് പുത്തൻവാദികളുടേതുണ്ടാകും, വഴിതെറ്റിപ്പിക്കുന്നവരുടെ ഉണ്ടാകും, കാദിയാനികൾക്ക് വരെ ഇന്ന് ചാനലുണ്ട്. അപ്പോൾ പറ്റിക്കുന്ന ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന ആളുകളുടെ ക്ലാസ്സല്ല, യഥാർത്ഥ ഉലമാഇൻ്റെ കീഴിലുള്ള ഇൽമിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ പ്രതിഫലം ലഭിക്കുമല്ലോ. യാ അല്ലാഹ്, ഒന്നും വേണ്ട, ഞാനത്ര വലിയ യോഗ്യനൊന്നുമല്ല. പക്ഷേ നമ്മൾ മഹാന്മാരായ അയിമ്മത്തുകൾ പറഞ്ഞ കാര്യമല്ലാതെ നമ്മളിവിടെ പറയുന്നില്ല. ഈ സ്വബാഹുൽ ഖൈറിൽ നല്ല നെയ്യത്തോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കുക ആ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന നിമിഷങ്ങളിൽ ഓരോ ചവിട്ടടി ഉണ്ടല്ലോ. നമ്മൾ ആ സ്വബാഹുൽ ഖൈറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ, അത് ഓൺ ചെയ്യാനൊക്കെ നമ്മൾ നടന്നു വന്ന ആ നിമിഷങ്ങൾ, ഇൽമു പഠിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ നമ്മൾ നടന്നു വന്ന നിമിഷങ്ങൾ, ആ ഓരോ ചവിട്ടടിക്കും ഇൻഷാ അല്ലാഹ് നമുക്ക് ലഭിക്കുക ഒരു കൊല്ലത്തെ ഇബാദത്തിൻ്റെ പ്രതിഫലമാണ്. യാ റബ്ബി, യാ റബ്ബി, നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തേത്, മൻ ദാവമ അലൽ ജമാഅ ഫി റമളാൻ അഅതാഹു അല്ലാഹു ബികുല്ലി റകഅത്തിൻ മദീനതൻ തംലഉ മിൻ നിഅമില്ലാഹി തആല. യാ റബ്ബി, എത്ര വലിയ അനുഗ്രഹം. റമളാൻ മാസത്തിയിട്ട് ഒരു ജമാഅത്തിനൊരു മനുഷ്യൻ പങ്കെടുത്താലുണ്ടല്ലോ, ജമാഅത്ത് നിത്യമാക്കുന്ന ഒരു മനുഷ്യൻ, അവന് സമയം ഉണ്ടാക്കി പള്ളിയിൽ ജമാഅത്തിന് ഓടിയെത്തും. പള്ളിയിൽ ജമാഅത്തിന് ഓടിയെത്തും. ഒരൊറ്റ പക്കത്ത് ജമാഅത്തല്ലാതെ നിസ്കരിക്കൂല റമളാൻ മാസത്തിൽ, കൃത്യമായിട്ട് ജമാഅത്തിന് പള്ളിയിലെത്തും. അങ്ങനെ ഒരു മനുഷ്യൻ ഒരു ജമാഅത്തിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ റമളാൻ മാസത്തിലെ കഥയാട്ടോ, ഒരു റക്അത്തിന് അല്ലാഹ് പകരം തരുന്നത് എന്താണെന്നറിയോ? മദീനതൻ തംലഉ മിൻ നിഅമില്ലാഹി തആല. ഒരു പട്ടണം പകരം തരും. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പട്ടണമാണ് പ്രതിഫലം നൽകുക. യാ അല്ലാഹ്, അത് ചിലപ്പോൾ സ്വർഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ദുനിയാവിലായിരിക്കാം. നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി പടച്ചോൻ തരും എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? അനുഗ്രഹങ്ങളുടെ ഒരു പട്ടണം ജമാഅത്തായി നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ ഒരു റക്അത്തിൻ്റെ പ്രതിഫലമായിട്ട് കിട്ടും. അപ്പോൾ ളുഹറിന് 4 പട്ടണം കിട്ടും, അസ്ർ നിസ്കരിച്ച പിന്നെ 4. ഒരു ദിവസം തന്നെ എത്ര അനുഗ്രഹത്തിൻ്റെ പട്ടണങ്ങൾ നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. യാ അല്ലാഹ്, പക്ഷെ ആ ബോധ്യത്തിൽ, ഈ ഒരു പ്രതിഫലമൊക്കെ എൻ്റെ റബ്ബ് തരും എന്നുള്ള ബോധ്യത്തിൽ, നിയ്യത്തിൽ വേണം അത്. മനസ്സിലാകുന്നുണ്ടോ? റമളാനായില്ല, ഇനിയും വീട്ടിലിരുന്ന ആൾക്കാരെന്ത് പറയുമെന്ന് എഴുതിയിട്ട് പോകുന്നവരാകരുത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സങ്കടപ്പെടേണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സഹോദരിയും ചോദിച്ചില്ലേ, പുരുഷന്മാർക്ക് എന്തൊരു ഭാഗ്യമാണ് നബിയെ, അങ്ങയോടൊപ്പം യുദ്ധത്തിന് വരാൻ പറ്റുന്നു, അങ്ങയുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുന്നു. മോളെ, നിനക്ക് ഈ പ്രതിഫലമൊക്കെ വീട്ടിൽ കിട്ടും. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം എവിടെ കിട്ടും? ആണുങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പ്രതിഫലം സഹോദരിക്ക് വീടിൻ്റെ അകത്ത് കിട്ടും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതല്ല പ്രതിഫലാർഹമായ കാര്യം, വീടിനകത്ത് നിസ്കരിക്കലാണ്. പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിക്കണം, സ്ത്രീ വീട്ടിലും നിസ്കരിക്കണം. രണ്ടുപേർക്കും പ്രത്യേകതയുണ്ട്. നിങ്ങൾ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് പള്ളിയിലേക്ക് വരണ്ട മക്കളെ, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചു, അക്കൂലി നിങ്ങൾക്ക് വീട്ടിൽ പടച്ചോൻ തരുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. പരമാവധി നമ്മുടെ സഹോദരിമാർ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക, അതിന് വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഈ ഒരു പ്രതിഫലം കൂടെ നമുക്കിവിടെ കിട്ടാൻ, ഒരു റക്അത്തിന് ഒരു പട്ടണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പട്ടണമാണ് സമ്മാനമായി ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, മൻ ബർറ വാലിദൈഹി ഫി റമളാൻ യനാലു നദറല്ലാഹി തആല ബിർറഹ്മ. പടച്ചോനെ, റമളാനിൽ അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിങ്ങൾക്ക് വേണോ? അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടാൻ നമ്മൾ രക്ഷപ്പെട്ടു പോയല്ലേ? അത് കിട്ടിയാൽ അള്ളാൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിങ്ങൾക്ക് വേണോ? യാ റബ്ബി, ഒരു കാര്യം ചെയ്താൽ മതി. മൻ ബർറ വാലിദൈഹി ഫി റമളാൻ, മാതാപിതാക്കൾക്ക് വാപ്പായും ഉമ്മായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം റമളാനിൽ അവർക്ക് ചെയ്തു കൊടുത്താൽ കാരുണ്യത്തിൻ്റെ നോട്ടം, കരുണക്കടലായ തമ്പുരാൻ നമ്മിലേക്ക് നോക്കുമെന്നാണ്. യാ റബ്ബനാ, എത്ര വലിയ മഹാഭാഗ്യാണത്, എത്ര വലിയ മഹാഭാഗ്യാണത്.
മാതാപിതാക്കൾ റമദാനിൽ മാത്രം നോക്കിയാൽ പോരെ, എപ്പോഴും നോക്കണം. പക്ഷേ റമദാനാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ റബ്ബിൻ്റെ നോട്ടം കിട്ടാൻ. എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം എന്നിൽ വന്ന് പതിഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ. അതിനേക്കാൾ എന്താണ് എനിക്ക് വേണ്ടത്? ആ ബോധ്യം. ഉമ്മാടെ അടുത്തൊന്നിരിക്കുക, ഉപ്പാടെ അടുത്തിരിക്കുക. അവരെന്ത് പറഞ്ഞാലും സാരല്ല, പറഞ്ഞോട്ടെ, പ്രായമായ ആളുകളല്ലേ, അവരെ സന്തോഷിപ്പിക്കുക. അതിപ്പോൾ ഹദിയ കൊടുത്തിട്ടാണ്, പൈസ കൊടുത്താലാണ് അവർ സന്തോഷിക്കുകയെങ്കിൽ പൈസ കൊടുക്കുക, ഒരു ഹദിയൊക്കെ ഇടക്ക് കൊടുക്കുക. അപ്പോൾ ഭാര്യമാരോട് പറയാൻ, അമ്മായിയപ്പനും നിങ്ങൾക്ക് സ്വന്തം ഉമ്മായി ഉപ്പായാണ്. അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മയും പാപ്പയും നിങ്ങൾക്ക് സ്വന്തം ഉമ്മയും പാപ്പയും ആണെന്ന് ആര് മനസ്സിലാക്കണം? ഭർത്താവും മനസ്സിലാക്കണം. അങ്ങനെ പരസ്പരം ഭാര്യയുടെ വാപ്പാനെയും ഉമ്മാനെയും ഭർത്താവ് സന്തോഷിപ്പിക്കുക, ഭർത്താവിൻ്റെ വാപ്പാനും ഉമ്മാനെയും ഭാര്യയെ സന്തോഷിപ്പിക്കുക, തിരിച്ചും രണ്ടുപേരുടെയും സ്വന്തം മാതാപിതാക്കളെയും സന്തോഷിപ്പിക്കുക. അങ്ങനെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രത്യേകമായൊരു പരിഗണന റമദാൻ മാസത്തിൽ മാതാപിതാക്കൾക്ക് നൽകിയാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നോക്കുമെന്നാണ്. നദറുല്ലാഹി തആല ബിർറഹ്മ, റഹ്മത്തിൻ്റെ നോട്ടം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മിൽ പല ആളുകളുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു ഗുണം എന്താണ്? അതും വേണ്ടേ? അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഗുണം എന്താ? അവരുടെ പേരിൽ ഖുർആൻ ഓതുക, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക, ഹദിയ ചെയ്യുക, നന്മകൾ വർദ്ധിപ്പിക്കുക. എന്നിട്ട് പടച്ചവനോട് ദ്വാരക്കുക, അല്ലാഹുവേ, നിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ഞങ്ങൾക്കും തരണേ അല്ലാ. ഉമ്മാനെ വാപ്പാനെ നേരിട്ട് സഹായിക്കണം, നേരിട്ട് അവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരിന്ന് ഖബറില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് ഇങ്ങനെ ഗുണം ചെയ്യാനേ തരുള്ളൂ. അതുകൊണ്ട് നീ നിൻ്റെ തിരുനോട്ടം എന്നിൽ നിന്ന് മാറ്റിവെക്കല്ലേ അല്ലാ, നിൻ്റെ തിരുനോട്ടം നൽകണേ അല്ലാ എന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്കും ലഭിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയൊരു നിസ്സാരമായ കാര്യത്തിനായിരിക്കും നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. ചെറിയ നിസ്സാരമായ കാര്യത്തിനായിരിക്കും. ഒരു മഹാനെക്കുറിച്ച് പറയപ്പെട്ടില്ല, അദ്ദേഹത്തെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ സ്ഥാനം സ്വർഗത്തിൽ കിട്ടിയത്? സ്വപ്നം കാണുമ്പോൾ വലിയൊരു സ്ഥാനത്ത് അയാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം? ഒന്നുമില്ല, എൻ്റെ നന്മയുടെ ഇടയ്ക്ക് തൂങ്ങാതെ വലിയ പ്രയാസത്തിൽ നിൽക്കുകയായിരുന്നു. തിന്മയുടെ ഇടന് ഭയങ്കര ഭാരമായിരുന്നു. നരകത്തിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് മലക്കുകൾ കൊണ്ടുവന്നൊരു സഞ്ചി ഇങ്ങനെ തുലാസിലേക്ക് ഇടുന്നത്. ആ സഞ്ചി അങ്ങ് ഇട്ടപ്പോഴത്തേക്ക് ത്രാസിന് ഭാരം കൂടി, എന്നെ അല്ലാഹു സ്വർഗത്തിലേക്ക് വിട്ടു. എന്താണ് ആ സഞ്ചിയിലുണ്ടായിരുന്നത്? അതിൽ 3 പിടി മണ്ണ്. എന്ത് മണ്ണാണെന്നറിയോ? ഞാനൊരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചപ്പോഴേ അയാളുടെ ഖബറിലേക്ക് ഇങ്ങനെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണങ്ങ് വാരിയിട്ടു. ആ 3 പിടി മണ്ണ് വാരിയിട്ടതിൻ്റെ പ്രതിഫലമാണ് പടച്ചവൻ എനിക്ക് സ്വർഗ്ഗമായിട്ട് തന്നത്. യാ അല്ലാഹ്, ചിന്തിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ഏത് അമലാണ് സ്വീകരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വളരെ വളരെ നിസ്സാരമായിട്ട് കരുതുന്നതായിരിക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമാവുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാലാമത്തേത് പ്രിയപ്പെട്ട സഹോദരിമാർക്കാണ്. വമാ മിൻ ഇംറഅത്തിൻ തത്ലുബു റിളാ സൗജിഹാ ഫി റമളാൻ ഇല്ലാ വലഹാ സവാബു മറിയം വ ആസിയ. പടച്ചോനെ, ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും പ്രതിഫലം ലഭിക്കുന്ന സഹോദരിമാർ ആരാന്നറിയോ? റമളാൻ മാസത്തിൽ ഭർത്താവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ഭാര്യമാരാണ്. അതായത് ഭർത്താവിൻ്റെ തൃപ്തിക്കനുസൃതമായി റമളാനിൽ ജീവിക്കുന്ന, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. ഭർത്താവിൻ്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളിലേക്ക് നിർബന്ധിക്കുന്ന ഭർത്താവായാൽ അത് പറ്റൂല. ഇപ്പോൾ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഉസ്താദേ, എനിക്കും ഭർത്താവിനും നോമ്പുണ്ട്, പക്ഷേ ഭർത്താവ് എന്നെ നോമ്പ് സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി ക്ഷണിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട്, ഞാൻ ക്ഷണിച്ചാൽ നീ വന്നില്ലെങ്കിൽ മലക്കുകൾ നിന്നെ ശപിക്കും. അതൊക്കെ ഉടായിപ്പാണ്, അങ്ങനെയൊന്നും പോകാൻ പാടില്ല. ആദ്യം അള്ളാൻ്റെ തൃപ്തി കഴിഞ്ഞിട്ടുള്ളൂ കെട്ടിയവൻ്റെ തൃപ്തി കേട്ടോ. അള്ളാൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായൊന്ന് കെട്ടിയവനല്ല ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണ്ട. ക്ലിയറായോ? റമളാൻ മാസത്തിൽ പകൽ സമയത്ത് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ അതാപുണ്ട്. മാത്രമല്ല പ്രായശ്ചിത്തം കൊടുക്കണം. ഒരു നോമ്പിന് അയാൾ എത്ര നോമ്പ് പിടിക്കണം? ഒരു നോമ്പിന് പകരമായിട്ട് 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കണം. 2 മാസം 50 ദിവസം നോമ്പ് പിടിച്ചു നോക്കുക. 51ാമത്തെ ദിവസം ഇന്നിപ്പോൾ ക്ഷീണമാണ്, ഇനിയിപ്പോൾ നാളെ നോമ്പ് പിടിക്കാൻ കരുതി ഒരു നോമ്പ് ഒഴിവാക്കിയാൽ പിന്നെ അങ്ങ് തുടർന്ന് നോമ്പ് പിടിക്കാൻ പറ്റില്ല. വീണ്ടും ആദ്യം മുതൽ 2 മാസം നോമ്പ് പിടിക്കണം. മനസ്സിലായോ? ഒരു നോമ്പ് ലൈംഗിക ബന്ധം മുഖേന മുറിഞ്ഞു പോയാലുള്ള അവസ്ഥ ഈ പറയുന്നത്. അപ്പം നല്ല കാര്യങ്ങളിൽ ഭർത്താവിനെ വഴിപ്പെടുന്ന, ഭർത്താവിൻ്റെ തൃപ്തി ലഭിക്കുന്ന ഭാര്യ റമളാനിലുണ്ടെങ്കിൽ, റമളാനിൽ ഭർത്താവിൻ്റെ തൃപ്തിക്കനുസൃതമായി എന്തെങ്കിലും ഒരു കാര്യം മോളെ നീ ചെയ്താൽ നിനക്ക് ലഭിക്കുക ആസിയ ബീവിക്ക് ലഭിക്കുന്ന പ്രതിഫലം. ആസിയ ബീവി ആരാ? ഫിർഔന്റെ ഭാര്യയായിരുന്നു. ക്രൂരമായ കരാളഹസ്തങ്ങളിൽ കിടന്ന ആസിയ ബീവി പിടയുമ്പോഴും അല്ലാ തൗഹീദിന് വേണ്ടി മരിച്ച മഹദിയാണ് സയ്യിദത്തുന ആസിയ റളിയല്ലാഹു അൻഹ. ജീവിച്ചു മരിച്ച മഹദിയാണ്. ആ മഹദിക്ക് സ്വർഗീയ ലോകത്ത് വലിയ ഔന്നത്യമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലെ പത്നിയാണ്. വലിയ മഹാഭാഗ്യങ്ങൾ കാത്തിരിപ്പുണ്ട്. ആസിയ ബീവിക്ക് വലിയ പ്രതിഫലമുണ്ട്. അതുപോലെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹ. ആരാ മറിയം ബീവി?
അള്ളാഹുവിൻ്റെ സുന്ദരമായ ഒരു മുഅ്ജിസത്ത് എന്ന നിലയിൽ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെ ഗർഭം ധരിക്കുന്നുണ്ട്. ആളുകൾ പറഞ്ഞു വേശ്യപ്പെണ്ണാണെന്നൊക്കെ പറഞ്ഞപ്പോഴും ക്ഷമിച്ച് അള്ളാഹുവിന് വേണ്ടി ഉറച്ചു നിന്ന സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവിക്ക് ലഭിക്കുന്ന സ്വർഗസ്ഥരായ സ്ത്രീകളുടെ നേതാവെന്ന് അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിച്ച മഹദിയാണ് സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി അത്രമേൽ ആട്ടും തൂപ്പും കേട്ടിട്ടുണ്ട്, ഇസ്ലാമിന് വേണ്ടിയിട്ട്, ദീനിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട്, അത്ര സഹിച്ചിട്ടുണ്ട്. എപ്പോഴും അള്ളാഹ് എന്ന് പറഞ്ഞ മഹദിയാണ്. ആ മഹദിയുടെ പ്രതിഫലം ലഭിക്കും റമദാൻ മാസത്തിൽ ഭർത്താവിൻ്റെ തൃപ്തിക്കനുസൃതമായി നിൽക്കാം. അപ്പോൾ ഭാര്യയുടെ തൃപ്തിയൊന്നും വേണ്ടേ ഉസ്താദ് എന്ന് ചോദിക്കുന്നവരുണ്ടാവും, അതും വേണം കേട്ടോ. ഭാര്യക്കും അതുപോലെ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളില്ലേ ഭാര്യനെ അടിമയെപ്പോലെ കാണുകയല്ല വേണ്ടത്. അവൾക്കും തൃപ്തിയുണ്ട്, അവൾക്കും ആഗ്രഹങ്ങളുണ്ട്. മഹാന്മാരായ സ്വാലിഹ്യങ്ങൾ പറയുന്നുണ്ട്, ഭാര്യയുടെ തൃപ്തിയില്ല എങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്നാണ്. പരസ്പരം തൃപ്തിപ്പെട്ട് ജീവിക്കുക, പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. ആ ജീവിതത്തിന് എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു മനോഹാരിതയാണ്. അള്ളാഹു അത്തരം ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട സഹോദരിമാരെ, പിണക്കങ്ങളൊക്കെ ഒഴിവാക്കുക. റമദാൻ മാസമല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ സംസാരിച്ചും ഇരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വായിലേക്ക് വാരി വെച്ച് കൊടുക്കുന്നത് പോലും സ്വതക്കയാണെന്ന് മുഹമ്മദ് റസൂലുള്ള. അത് റമദാൻ മാസത്തിൽ ചെയ്താലോ അതിന് എത്രയോ ഇരട്ടി പ്രതിഫലമായിരിക്കും. പരസ്പരം ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, സംസാരിക്കുക, കഥകൾ പറയുക, തമാശകൾ പറയുക, ഇതിനൊക്കെ പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്. അങ്ങനെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ തൃപ്തിക്കനുസൃതമായി ഞാൻ എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ ഇഷ്ടപ്പെടുക എന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിച്ചു നോക്കിയേ. ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും പ്രതിഫലമുണ്ട് എന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഞ്ചാമത്തേത്, വമൻ ഖളാ ഹാജത അഖീഹിൽ മുസ്ലിം ഫി റമളാൻ ഖളല്ലാഹു ലഹു അൽഫ ഹാജത്തിൻ യൗമൽ ഖിയാമ. യാ റബ്ബി, ഈ ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ 1000 ആഗ്രഹം അള്ളാഹ് പൂർത്തീകരിച്ചു തരും, വീടിത്തരും. ഒരു കാര്യം ചെയ്താൽ മതി, റമദാൻ മാസത്തിൽ നിങ്ങളുടെ ഒരു സഹോദരൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആഗ്രഹം നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്താൽ, അവൻ്റെ ആവശ്യം നിങ്ങൾ വീട്ടിൽ കൊടുത്താൽ, നിങ്ങൾക്ക് 1000 ആവശ്യങ്ങൾ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ വീട്ടിത്തരുമെന്നാണ്. യാ റബ്ബി, 1000 ആഗ്രഹങ്ങൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് വീട്ടിത്തരാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ഒരു സഹോദരൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്താൽ മതി, ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ മതി. എത്രയെത്ര സഹോദരങ്ങൾ നമുക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ ആർഭാട നോമ്പൂറൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട്, യാ റബ്ബി, പൊട്ടിക്കരഞ്ഞിങ്ങനെ ചിന്തിച്ചിരുന്നു പോയി. ഫലസ്തീനിൽ പച്ചിലയിട്ട് തിളപ്പിച്ചിട്ട്, പച്ചിലയാണ് നോമ്പുറക്കാൻ ഭക്ഷണം. അതുപോലെ തന്നെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് കുട്ടികൾ നടക്കുക വിശന്നിട്ടേ, ഫലസ്തീനിൻ്റെ മക്കൾ. നമ്മൾ സുഭിക്ഷമായി, നമ്മൾ പൊരിച്ചിട്ടും വറുത്തിട്ടും നമുക്ക് മതിയാവണില്ല നോമ്പുറക്കാനേ. തീറ്റയുടെ മാസമാക്കി നമ്മൾ റമദാൻ അല്ലേ. ഇതര മതസ്ഥർ പോലും കളിയാക്കുന്നുണ്ട്, ഇവരെന്ത് നോമ്പത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കും. ആ പട്ടിണി സാധാ കഴിക്കണതിൻ്റെ 100 ഇരട്ടി രാത്രി മുതൽ പകൽ വരെ ഇരുന്ന് കഴിക്കും. എന്തിനപ്പോൾ ആ നോമ്പ് കൊണ്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കണേ അല്ലേ. ഇസ്ലാം അങ്ങനെ ഒരു നോമ്പ് പറഞ്ഞിട്ടില്ല. വെറുതെ നിങ്ങൾ പട്ടിണി കിടന്ന് വയറ് പിന്നീട് ഇങ്ങനെ കൂമ്പ പോലെ വീർപ്പിച്ച് വെച്ചതുകൊണ്ടൊന്നും നമുക്ക് നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കൂല. നോമ്പ് പിടിക്കാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം തഖ്വ ഉണ്ടാകാനാ. പിന്നെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാകും പാവപ്പെട്ടവൻ്റെ പട്ടിണി മനസ്സിലാക്കാനാ. ഈ 100,000 വിഭവങ്ങൾ വെച്ച് നോമ്പ് തുറക്കണം, നമുക്കെങ്ങനെയാണ് പാവപ്പെട്ടവൻ്റെ പട്ടിണി മനസ്സിലാക്കണേ? ഒന്നും മനസ്സിലാവൂല. ആവശ്യത്തിന് ഭക്ഷിക്കുക സഹോദരങ്ങളെ, ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക, ആവശ്യത്തിന് കഴിക്കുക, പാവങ്ങളെ സഹായിക്കുക. നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 1000 ആവശ്യങ്ങൾ ഖിയാമത്ത് നാളിൽ അള്ളാഹു വീട്ടിത്തരും. ഖിയാമത്ത് നാളിൽ നമുക്ക് ഒരാഗ്രഹം ഒന്ന് വീടി കിട്ടിയാൽ മതി. ചിലപ്പോൾ പടച്ചോനെ എന്നെ നരകത്തിൽ നിന്ന് കരകയറ്റണേ അല്ല, ഇതായിരിക്കും നമ്മുടെ ആഗ്രഹം. ആ ഒരൊറ്റ ആഗ്രഹത്തിന് നമ്മൾ എന്തും പകരം കൊടുക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ അള്ളാഹു അത് വീട്ടിൽ തരൂല. 1000 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരും. ഒരു മനുഷ്യൻ്റെ ആഗ്രഹം റമദാനിൽ സാധിപ്പിച്ചു കൊടുത്താൽ മതി. ഇന്നലെ ഒരുപാട് സഹോദരങ്ങൾ നമുക്ക് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക് ഹദിയ ചെയ്തു. നിങ്ങളോടുള്ള സന്തോഷം എന്ന് പറയട്ടെ, കുറച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് റമദാനായിട്ട് പാവപ്പെട്ട മുത്തഅല്ലിമുകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ തന്ന ഹദിയ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ അസുഖബാധിതനായി കിടന്നൊരു മനുഷ്യനെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് കിറ്റ് റിലീഫ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് വീഴുന്ന നന്മകളാണ് ഇതൊക്കെ. നാളെ ആഖിറത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ 1000 ആഗ്രഹങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അന്തിച്ച് നിൽക്കും, എന്തപ്പോൾ എനിക്കങ്ങനെ ഒരു ആഗ്രഹം. നിങ്ങളന്ന് റസാ വ്ളോഗ്സിലൂടെ ഹദിയ ചെയ്തില്ലേ, ആ ഹദിയ ഇന്നാലിനൊരാളുടെ ആഗ്രഹ പൂർത്തീകരണം അതിലൂടെ നടന്നിട്ടുണ്ട്. റമദാനിലെ ഒരു ആവശ്യം ആ മനുഷ്യൻ്റെ വീടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 1000 ചോദിച്ചോ, അത് തരും. ഞാൻ പടച്ചിറപ്പ് തൗഫീക്ക് നൽകുമാറാകട്ടെ. 5-ാമത്തേത് അതാണ്. 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, വിശുദ്ധ റമദാനിലെ ഇൽമിൻ്റെ സദസ്സിൽ ഹാജരായാൽ ഒരു ചവിട്ടടിക്ക് 1 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയുണ്ട്. 2-ാമത്തേത്, ഒരു ജമാഅത്തിൽ പങ്കെടുത്താൽ ഒരു റക്അത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പട്ടണം അവന് പകരമായി തരുമെന്നതാണ്. 3-ാമത്തേത്,
അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പറയുന്നത് കാണാം, ഉമ്മയെയും ബാപ്പയെയും റമദാൻ മാസത്തിൽ ഒന്ന് സന്തോഷിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരുനോട്ടം ലഭിക്കുമെന്നാണ്. നാലാമത്തേത്, ഭർത്താവിൻ്റെ തൃപ്തി. റമദാൻ മാസത്തിൽ ഒരു ഭാര്യ തേടിയാൽ അവൾക്ക് ലഭിക്കുക ആസിയ ബീവിയുടെയും മറിയം ബീവിയുടെയും പ്രതിഫലമാണ്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ആവശ്യം നമ്മൾ പൂർത്തീകരിച്ചു കൊടുത്താൽ റമദാൻ മാസത്തിൽ നമുക്ക് ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ 1000 ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരുമെന്നതാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. എല്ലാ സൽകൃത്യങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളിലേക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് ഹദിയ ചെയ്ത ധാരാളം ആളുകൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ സഹിക്കുന്നവരെ അവർ ചേർത്തു പിടിച്ചത് നിമിത്തം അവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും യാതയുമായി ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പുറത്തു നൽകണേ അല്ലാ. നിന്നോടല്ലാതെ ഞങ്ങൾ ആരിലേക്ക് കൈ ഉയർച്ചാനാണ് റഹ്മാനെ? ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. ഈ വിശുദ്ധമായ റമദാനിലെ സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖായിബാക്കല്ലയല്ല. എത്രയെത്ര മുറാദുകൾ വെച്ചുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് റിലീഫിലേക്ക് ഹദിയ ചെയ്ത് ദുആ വസിയ്യത്ത് ചെയ്യുന്നവർ, കമൻറ്റിലൂടെ ദുആ വസിയ്യത്തുകൾ അറിയിച്ചവർ, ഈ സദസ്സിൽ പങ്കെടുത്ത് ഹൃദയത്തിൽ ദുആ വസിയ്യത്തുമായിരിക്കുന്നവർ, എല്ലാവരെയും അറിയുന്ന റബ്ബേ, എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണയല്ല. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണയല്ല. മനസ്സിന് സമാധാനം കൊടുക്കണയല്ല. കുടുംബത്തിൽ സന്തോഷ സൗഭാഗ്യങ്ങൾ നൽകണയല്ല. പ്രയാസങ്ങളെല്ലാം നീക്കണയല്ല. പൊന്നുമക്കളെ നന്നാക്കണയല്ല. നേർവഴിക്ക് നടത്തണയല്ല. അതവുള്ള മക്കളാക്കണേ തമ്പുരാനെ. ഒരുപാട് മക്കൾ എക്സാമുകൾ എഴുതുന്നുണ്ട്. നീ ഉന്നത വിജയം നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, അയൽപ്പക്ക ബന്ധങ്ങളിൽ, എല്ലാ ഇടങ്ങളിലും നീ സമാധാനം നൽകണയല്ല. നീ സമാധാനം നൽകണയല്ല. യാ റബ്ബന, യാ റബ്ബന. അസുഖബാധിതർ ധാരാളമുണ്ട്. മാരക രോഗങ്ങൾ കടിമപ്പെട്ടവർ എല്ലാവർക്കും നീ പരിപൂർണ ശിഫ നൽകണയല്ല. ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല. അത്തരം അസുഖങ്ങളെ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല തമ്പുരാനെ. റഹമുറാഹിമായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ നോമ്പുകൾ എത്രയോ ന്യൂനതകളുണ്ടെന്ന് ഞങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. യാ റബ്ബി, ന്യൂനതകളെല്ലാം പരിഹരിച്ച് നിന്റെ കാരുണ്യം നിമിത്തം നീ സ്വീകരിക്കണയല്ല. നീ കബൂൽ ചെയ്യണയല്ല. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. പടച്ചവനെ, മരിക്കുന്നതിന് മുൻപ് മഖബൂലായ ഹജ്ജും ഉംറയും മർളിയായ സിയാറയും പലയാവർത്തി ചെയ്യാൻ ഭാഗ്യം നൽകണയല്ല. പലയാവർത്തി ചെയ്യാൻ ഭാഗ്യം നൽകണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം കൊടുക്കണയല്ല. മക്കളില്ലാത്തവരെ നീ ചേർത്തു പിടിക്കണയല്ല. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കൾ വഴികേടിലായി പോകുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ നൽകണയല്ല. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, എത്രയോ വലിയ കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവർ, എല്ലാ കടങ്ങളും നീ ഏറ്റെടുക്കണയല്ല. എല്ലാ കടങ്ങളും നീ ഏറ്റെടുക്കണയല്ല. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റബ്ബേ. ഞങ്ങളുടെ ബിസിനസ്സുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. പ്രത്യേകിച്ച് പ്രവാസി സഹോദരങ്ങൾക്ക് നീ ഹൈറും ബറക്കത്തും നൽകണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹമത്തും നൽകണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാന് സലാമത്താക്കണയല്ല. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.